ഈ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ആള് മിമിക്രി ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഷോക്കായിട്ട് ഉണ്ടായ സംഭവമാണ്. അപ്പൊ താങ്കൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദേവി ഇത് അങ്ങനെയുള്ള പരിപാടികൾ നിർത്തിക്കൂടെ? അദ്ദേഹം മരിച്ചു പോയില്ലേ? സൗകര്യമില്ല. കാരണം എന്റെ കെട്ടിയവന്റെ ഫോട്ടോ അല്ലാതെ ഞാൻ വേറെ ആളുടെ കെട്ടിയവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കലാകാരനല്ലേ? കലാകാരന്മാരൊക്കെ ഭാര്യമാരുണ്ട്. കലാകാരനാണ്, എന്റെ ഹസ്ബൻഡാണത്. കലാകാരൻ എന്ന് ഉപരി കലാകാരൻ ഞങ്ങളുടെ ഞാൻ അദ്ദേഹത്തെ എന്റെ ഹസ്ബൻഡായിട്ട് കാണും. കലാകാരൻ ഞങ്ങളുടെ അസറ്റാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു, അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഞങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ആ കലാകാരൻ എങ്ങനെയാ ഉണ്ടാവുക? കലാകാരൻ മരിച്ചിട്ട് 2 വർഷമായി. ഓക്കെ, അത് ഞാൻ തിരിച്ചു വരുമോ? തിരിച്ചു വരില്ല. പക്ഷെ അദ്ദേഹത്തെ വെച്ച് താങ്കളുടെ പേര് കുപ്രസിദ്ധിയാണ്. സുപ്രസിദ്ധിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിക്കുന്ന നിർത്തി ലൈഫില് ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ഉപേക്ഷിക്കായിരിക്കും. കെട്ടിക്കഴിഞ്ഞാൽ പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എഴുതുന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കണം. ഞാൻ വേറെ ആളെ കെട്ടണം. ഇതുവരെ ഞാൻ ഫോട്ടോ, പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൂചിച്ചാന്റെ ഫോട്ടോ ചവിട്ടുകൊറ്റ ഞാൻ എറിയത്തില്ല. അത് എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. അത് അംഗീകരിക്കുന്ന നാളെ ഞാൻ കെട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ രേണു കാണിക്കുമ്പോ സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കത്തില്ലേ? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ കോമാളിത്തരം കുപ്രസിദ്ധനല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കലാകാരന്മാർ കരഞ്ഞത്, ജനങ്ങൾ കരഞ്ഞത്. എനിക്ക്